കൊല്ലം മെഡിക്കൽ കോളേജ് NSS മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും കല്ലുവാതിക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. സമുദ്രതീരം ചെയർമാൻ ധ്രുവൽ സിംഗ് ഡോക്ടർമാരെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് ഡോക്ടർ മനോജ് രാഗേഷ്, മധു തട്ടാമല തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർമാരും വിദ്യാർത്ഥികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. വിദ്യാർത്ഥികൾ ഗെയിം ഷോകളും പാട്ടുകളും ഡാൻസും മിമിക്രിയും അച്ഛനമ്മമാർക്കായി അവതരിപ്പിച്ചു. തങ്ങളെ കാണാനെത്തിയ പ്രിയ വിദ്യാർത്ഥികൾക്കായി അച്ഛനമ്മമാരും പാട്ടുകൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾ സമുദ്രതീരത്തു നിന്നും നേടിയ അറിവുകൾ വേദിയിൽ പങ്കുവച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കുട്ടികൾ ആദ്യമല്ല ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ NSSന്റെ ടീമുമായി ഡോക്ടർ മനോജ് രാഗേഷ് സാറും ടീമും ഇവിടെ എത്തിയിരുന്നു. വലിയൊരു ഉത്സവമായിരുന്നു അന്ന്. രാത്രിയോടുകൂടി തന്നെ പിരിയണമെന്ന് വിചാരിച്ചെങ്കിലും കുട്ടികൾക്ക് പോകാൻ മനസ്സില്ലായിരുന്നു. അച്ഛന്മാരും അമ്മമാരും ചേർന്ന് പാട്ടുകളും ഡാൻസുകളുമായി മാറിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസമായി ഇന്ന് മാറട്ടെ എന്നാണ് ഞാനും ആശംസിക്കുന്നത്. പല സ്ഥലങ്ങളിൽ വന്ന് ഒരു കൂരയിൽ ചേക്കേറിയതുപോലെയാണ് നിങ്ങളും. ഇവിടെയുള്ള അച്ഛന്മാരും അമ്മമാരും അങ്ങനെയായിരുന്നു. പല വീടുകളിൽ നിന്ന് വന്ന് ഒരു സ്ഥലത്ത് സംഗമിച്ചിരിക്കുന്നു. നിങ്ങളും പല സ്ഥലങ്ങളിൽ വന്ന് ഒരു സ്ഥലത്ത് സംഗമിച്ചിരിക്കുന്നു. രണ്ടിനും രണ്ട് ലക്ഷ്യങ്ങളാണ്. അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം വളർത്തി വലിയ ഒരു കുടുംബമായി കഴിയണമെന്ന സ്വപ്നമായിരുന്നു. നമ്മളെക്കായി നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളാണ്. എങ്ങനെയോ യാദൃശ്യമായി ഇവിടെ എത്തിപ്പെട്ടു. ഇതൊരു കൂട്ടുകുടുംബമാണ്. നിങ്ങൾ രണ്ട് സ്ഥാപനങ്ങളിൽ പോയിട്ടാണ് ഇവിടെ എത്തുന്നത് തന്നെ. നേരത്തെ എൻ്റെ കൂടെ ആ ഹാളിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെന്റെ വീടാണ്. എൻ്റെ ഭാര്യയാണ് ഈ വരുന്നത്. പോരെ, എൻ്റെ മക്കള് ഉണ്ട്, രണ്ടുപേരുണ്ട്. അമ്മ തൊട്ട് പിറകിലായിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എവരോടൊപ്പം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും. ഒരു കുടുംബമായി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഞാനൊരു കൺസ്ട്രക്ഷൻ സ്ഥാപനം നടത്തുകയാണ്. അപ്പൊ ഞാൻ നല്ല തിരക്കാണ്. അപ്പൊ അതിനിടയിലാണ് ഈ സമയം കണ്ടെത്തി ഞാനും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം മുഴുവനായി ഞാൻ ഇവർക്ക് വേണ്ടി തന്നെ കൊടുക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ അടുത്തതിന് വരുമ്പോൾ വലിയൊരു മന്ദിരം ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. 2-3.5 കോടി രൂപ മുടക്കിയാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛന്മാരെ അങ്ങോട്ടത്തേക്കും അമ്മമാരെ ഇവിടത്തേക്കും താമസിപ്പിക്കണമെന്ന സർക്കാരിന്റെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഞാൻ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ വന്നതുപോലും ഇവിടുത്തെ അച്ഛന്മാരെ അമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദിനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ NSS യൂണിറ്റിന്റെ 2022 ബാച്ച് MBBSന്റെ സ്റ്റുഡന്റായ എല്ലാ കുട്ടികൾക്കും സമുദ്രതീരത്തിന്റെ ആശംസകൾ ഞാൻ അർപ്പിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ മനോജ് രാഗേഷ് സാർ ആദ്യമായിട്ടല്ല ഇവിടെ എത്തുന്നത്. അത് നിങ്ങളെ ഹോസ്പിറ്റലിലെ യാദവ് ഡോക്ടർ സാറ് ഇവിടുത്തെ ഒരു കുടുംബത്തിലൊരു അംഗമാണ്. മിക്ക ഡോക്ടർമാരും ഇവിടുത്തെ വന്ന് കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടർമാരും ഇവിടെ ഒരു കുടുംബാംഗമായിട്ടാണ് ഇവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഡോക്ടറിനും മറ്റ് ഡോക്ടർമാർക്കുൾപ്പെടെ ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിൽ ഒരുപാട് കുട്ടികളുണ്ട്.
ഞാൻ ആരെയും പേരെടുത്ത് സൂചിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് NSSന്റെ കോർഡിനേറ്റർമാരും വളണ്ടിയർമാരോട്ടും എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ അംഗം കൂടിയായ തട്ടാമല മധു സാറ് ഇന്ന് വേദിയിലുണ്ട്. സാറ് നല്ലൊരു കവിയാണ്, എഴുത്തുകാരനാണ്, നല്ലതുപോലെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരുള്ള ആശംസകൾ അർപ്പിക്കുന്നു. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മനോഹർ രാകേഷ് ഡോക്ടറെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കൊല്ലം മെഡിക്കൽ കോളേജ് 2017 തുടങ്ങിയത്. ഈ ബാച്ച് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 2023. അപ്പൊ കൊല്ലം മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ബാച്ച് ഇപ്പോൾ ഡോക്ടർമാരായിട്ട് പാസ് ഔട്ടായി. ഇപ്പം ഹൗസ് സർജൻസ് ചെയ്യുന്നത് 2019 ബാച്ചാ. ഈ സ്റ്റുഡൻസ് 2023 ബാച്ച്. അവരിപ്പം 3rd ഇയർ ആണ് ചെയ്യുന്നത്. ഇനി 1 വർഷം കൂടി ഉണ്ട് അവർക്ക്. അപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും 2 വർഷമുണ്ടോ? 2022 ബാച്ച്. ഇനി അവർക്ക് 1 വർഷം കൂടി ഉണ്ട് പഠനം. MBBS പഠനം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഏകദേശം 5.5 വർഷം പഠിക്കണം. 24 മണിക്കൂറും നല്ല രീതിയിൽ എഫേർട്ട് എടുത്താലേ അവർക്ക് പറ്റുള്ളൂ. അപ്പം ഈ ഓരോ വ്യക്തികളും, റുവൽ സിംഗ് സാറ്, അതേപോലെ കരുണാലയം ഞങ്ങൾ സന്ദർശിച്ചു, ഗാന്ധി ഭവൻ. അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ഡോക്ടർമാര് അവർക്ക് സമൂഹത്തിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കാൻ കഴിയും. ഓരോ വ്യക്തി ജീവിതത്തിനും വലിയൊരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മെസ്സേജാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ കൂടിയാണ് പലരുടെയും ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളും മനസ്സിലാക്കുന്നത്. റുവൽ സിംഗ് സാറിന്റെ തന്നെ ജീവിത ചരിത്രം, എങ്ങനെ ഇത്ര അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം ഒരു താമസ സൗകര്യം, അത് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലമായിട്ടല്ല, സ്വന്തം വീട്ടിൽ തന്നെ അംഗങ്ങളെ പോലെ കരുതുക എന്നുള്ള ഒരു എന്താണ് സാറിനെ പ്രേരിപ്പിച്ച കാര്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞ പ്രാവശ്യം ഇടയായി. അതിൽ നിന്നെല്ലാം വളരെ വളരെ മോട്ടിവേഷനാണ്. ഞങ്ങൾക്കും എല്ലാവർക്കും മോട്ടിവേഷനാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വളരെ ചുരുങ്ങിയ ഡോക്ടേഴ്സേ ഉള്ളൂ. എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചു. അന്ന് സാറിൽ നിന്ന് കുറേ കാര്യങ്ങൾക്ക് ഞങ്ങൾക്കും ലഭിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് ഈ അച്ഛനമ്മമാരെ എല്ലാം കരുതേണ്ടത്, അത്തരം കാര്യങ്ങളെപ്പറ്റി സാറ് നല്ലൊരു ഉത്ബോധനം അന്ന് ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. ഈ ഇരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുന്നതിന് വേണ്ടി അവരുടെ പേരുള്ള വസ്തുക്കൾ പോലും എഴുതി വാങ്ങിച്ച് കീശയിൽ വെച്ചിട്ടാണ് ഈ കാണുന്ന കേരളത്തിലെ സകല അനാഥാലയങ്ങളും ഓടുന്നത് എന്നൊരു വസ്തുത ഈ അവസരത്തിൽ ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണ്. കാരണം നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. അത് MBBS ആയാലും CA കോഴ്സ് ആയാലും ഇങ്ങേയറ്റം 10ാം ക്ലാസ് ആയാലും. അപ്പോൾ എപ്പോഴും നമ്മളത് ഓർക്കണം. ആശാന്റെ കവിത കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ ഓരോ വിദ്യാർത്ഥികളും ഓർക്കേണ്ടത് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. അങ്ങനെയുള്ള വിവേകമുള്ളൊരു വ്യക്തിയുടെ സ്ഥാപനമാണിത്. ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മമാരുടെ ഇവിടെ HMI റിട്ടയർഡായ ഒരമ്മ ഉൾപ്പെടെ ഉണ്ട്. അവർക്ക് വരുന്ന പെൻഷൻ പോലും ആ മകൻ ഇവിടെ വന്ന് കൈപ്പറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അപ്പോഴും ആ അമ്മയെ ഇദ്ദേഹം നോക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതൊക്കെയാണ് എന്നെപ്പോലെയുള്ള കുറേ വ്യക്തികളെ ഈ സ്ഥാപനവുമായി ഹൃദയത്തോട് ചേർത്ത് വിളിക്കുന്ന മറ്റൊരു സവിശേഷത. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ PSCക്ക് പഠിപ്പിക്കാൻ പോകുമ്പം അതിനകത്തൊരു ഒറ്റ ചോദ്യമുണ്ട്: എ പേഴ്സൺ ഹൂ വർക്ക്സ് ഫോർ ദ വെൽബീയിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്ന വൺ വേർഡ് അൾട്രൂയിസ്റ്റ് എന്നാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, ചില്ലറക്കാരനല്ല. അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അത് സമുദ്രതീരമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അത് നിങ്ങൾ ഓർക്കണം. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയൊരു വ്യക്തിയാണ് പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞു പോയാൽ ഇപ്പോഴെങ്ങും സമയം തീരില്ല, നിങ്ങൾ വന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് നിർത്താം. ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു എന്നാണ് കവിതയുടെ പേര്. ഒടുവിൽ നമ്മളെല്ലാവരും ഒറ്റയായി പോകും. ചുമലിലിരുന്ന മഴപ്പക്ഷി പാടിയ വിറയാർന്ന പാട്ടു തോരുന്നു. ഒരു ഗ്രാമവിധവ പോൽ ഇല കൊണ്ടു തലമൂടി
മെലിവാർന്ന കാറ്റു പോരുന്നു. തെളിവാനിലൊരു കിളിക്കൂട്ടം തൊടുത്തുവിട്ട് അരളിതൻ ഞാൻ വിറയ്ക്കുന്നു. ഒരു കൊച്ചു ചാലായി വറ്റുന്നു മൗനവും. ഒടുവിൽ ഞാൻ ഒറ്റയാകുന്നു. ചുമലിലേക്കെറിയുന്നു ചോരയും ദൈന്യവും. ഒരു കൊച്ചു പന്തു പോലെന്നെ മതമോഹ കാമപീഡിതരായി ശുദ്ധാർത്തരായി അലയുന്നു രോഗികൾ മനുഷ്യർ. ചിലർ 4 ചക്രത്തിൽ, ചിലർ 2, ചിലർ 4. ഇതൊരാശുപത്രിയുടെ നാഴി. ഇണകാത്തു വിധി കാത്തു മൃതി കാത്ത് തല തല്ലിയാർത്തു തെറി ചൊല്ലി. മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. ഏ മനസ്സു നന്നാവട്ടെ. മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം നാമ്പുകൾ വിടരട്ടെ. ഏ മനസ്സു നന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണാഭ പരന്നാൽ. സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ NSS യൂണിറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിങ്ങളുടെ ഒക്കെ കൂടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ്. മഹാദേവ
മറിച്ചു പാടുന്നു ഈ ഹരിതന്മാരുടെ കൈവിരൽ പാടുകൾ ഉണരുമ്പോൾ. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கணிதமே. സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപഹാരവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ സമുദ്രതീരത്തിന്റെ പടിയിറങ്ങി.